കട്ടപ്പന നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. കട്ടപ്പന നഗരത്തിൽ അടിയന്തരമായി ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് BDJS നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കട്ടപ്പന അശോക ജംഗ്ഷൻ, ഇടുക്കിക്കവല, ചെന്നാട്ടുമറ്റം ജംഗ്ഷൻ, ഇടശ്ശേരി ജംഗ്ഷൻ, പുതിയ ബസ് സ്റ്റാൻഡ്, ഗുരുമന്നര ജംഗ്ഷൻ, പള്ളിക്കവല തുടങ്ങിയ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളുടെ ഇരുവശങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷന് സമീപം തുടങ്ങി പള്ളിക്കവല വരെയുള്ള ഭാഗങ്ങളിൽ ഫുട്പാത്ത് പോലും വാഹനങ്ങൾ കയ്യേറി പാർക്ക് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാർ ഈ ഭാഗത്ത് റോഡിലിറങ്ങി നടക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നമ്മുടെ ഈ ബസ് സ്റ്റോപ്പുകൾ നന്നായി നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, കട്ടപ്പന നഗരത്തിലെ എല്ലാ പ്രധാന റോഡുകളുടെ ഇരുവശത്തും അനധികൃതമായ പാർക്കിങ്ങാണ് നടത്തിയിരിക്കുന്നത്. അത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കട്ടപ്പന പോലീസ് സ്റ്റേഷൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ജനങ്ങളും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന സെന്റ് ജോൺസിലേക്ക് പോകുന്ന വഴി, രോഗികളെക്കൊണ്ടൊക്കെ നിരന്തരം ആംബുലൻസ് പോകുന്ന നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് പോകുന്ന വഴികളാണ്. ആ വഴിയിലെ ഫുട്പാത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത്, സ്കൂൾ തുടങ്ങാൻ പോകും, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിയിൽ ഇറങ്ങി നടന്നിട്ടാണ് ഈ സ്കൂളിൽ പോയി കോളേജിൽ പോയി തിരികെ വരുന്നത്. അപ്പം വലിയ രീതിയിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നഗരം വളർന്നതനുസരിച്ച് കാലാനുസൃതമായി നമ്മുടെ കട്ടപ്പനയിലെ ഗതാഗത സമ്പ്രദായങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാലക്രമേണ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ ബസ്സുകൾ പോകുന്ന ചില ഭാഷയെ വേണ്ടിയായിരിക്കും അങ്ങനെ പോകുന്നത്. പക്ഷെ അതിന് പുറകിൽ ചെറുവാഹനം അടക്കം ഗവൺമെന്റ് പോകുന്ന സാഹചര്യം ഏറ്റവും കൂടുതൽ സംഘർഷം ഇടിയുന്നുണ്ട്. അതുകൊണ്ട് സമയക്രമീകരണങ്ങളൊക്കെ ക്രമീകരിക്കണം. നഗരത്തിൽ ബസ് സ്റ്റോപ്പുകൾ പുനഃക്രമീകരണം നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. സെൻട്രൽ ജംഗ്ഷനിലെയും മാർക്കറ്റ് ജംഗ്ഷൻ, ഇടശ്ശേരി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ബസ് സ്റ്റോപ്പുകൾ വലിയ രീതിയിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ബസ് സ്റ്റോപ്പുകൾ പുനഃക്രമീകരണം നടത്തി യാത്രക്കാർക്ക് ഗുണകരമായ രീതിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചു നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അശോക ജംഗ്ഷനിൽ നിന്നും ഗുരുമന്ദിരത്തിന് സമീപം എത്തുന്ന രീതിയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ കഴിയുന്ന സാധ്യതകൾ പഠിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം. കട്ടപ്പന നഗരത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് കാതലായ ഗതാഗത പരിഷ്കാരങ്ങൾ കാലാനുസൃതമായി ചെയ്യാനുള്ള ഇച്ഛാശക്തി മുനിസിപ്പൽ ഭരണസമിതി കൈക്കൊള്ളണമെന്നും ഏത് കാര്യത്തിന്റെയും ഗുണകരമായ പ്രയോജനം തങ്ങൾക്കും ദോഷവശങ്ങൾ പൊതുജനങ്ങൾക്കും അനുഭവിച്ചാൽ മതിയെന്ന ചിലരുടെ പിടിവാശിയാണ് കട്ടപ്പനയിലെ ഗതാഗത പരിഷ്കാരങ്ങൾ എല്ലാ കാലത്തും അട്ടിമറിക്കപ്പെടുന്നതിന് കാരണമെന്ന് BDJS നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ BDJS ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ, കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ കരുവേലിൽ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.